ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3000-ൽ-1. സഹൃദരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, പിന്നെയോ കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000-ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടു, ആ കുടി കണ്ടു, കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടു. അറടിപ്പൊക്കമുള്ളാണൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അതെ, 3000 പെൺപിള്ളേരും ഒത്ത നടുക്കന്റെ പൊന്നുമോനും. ഇതിപ്പോ പൊട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. പൊട്ട നിന്റെ ഉപ്പാപ്പ അബ്ദുറഹ്മാൻ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. കിട്ടിയ കാശിന് നക്കിയിട്ട് വീട്ടിൽ പോയിക്കോണം. എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ട് പോടാ. അത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞോളാം. പറയുന്നതിന് മുമ്പ് നീ ഒന്നോർക്കണം, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന എവിടെ കിട്ടൂടാ നിനക്കൊരു സീറ്റ്? അതുകൊണ്ട് ചെന്നാ KSRTC ബസ്സിൽ പോലൊരു സീറ്റ് കിട്ടൂല. അത് ഞാൻ നോക്കിക്കോളാം. ഓ, സമ്മതിച്ചു. ഇനി എന്നെ നന്നാക്കാൻ ഒരു അവസരം തന്നില്ല എന്ന് വേണ്ട, ശ്രമിച്ചു നോക്ക്. പക്ഷേ എന്ത് ധൈര്യത്തിലാ ഞാൻ അങ്ങോട്ട് പോവാ? അന്നമ്മോ, ഓ എന്ത് ധൈര്യത്തിലാടി അവൻ ഇങ്ങോട്ട് വരുന്നേ? അവന് ജീവിതം മടുത്തു കാണോടി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല വെക്കോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വനജ ടീച്ചറുടെ ഈ പറഞ്ഞ വിത്തിന്? ഒരു സ്വാഗത പ്രസംഗമല്ല, ഒരു സ്വാഗത ഗാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാൺമതിനായി. Stop it. ഈ പാട്ടാണോ പാടുന്നേ? Come to my room. Meeting dispersed. ഈശ്വരാ, ദേ വരണു. ഗുഡ് മോർണിംഗ്. ഞാൻ വനജാന്റിയെ കാണാൻ കയറിയതാ, അപ്പോഴാ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് രഞ്ജു, എന്റെ ഫ്രണ്ടാ, ജമണ്ടം ഫാഷൻ ഡിസൈനർ ആണ്. നീ ഇത് ആരെ പരിചയപ്പെടുത്തണേ? ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഫെമിന ഷോയിലെ എന്റെ മെയിൻ ഐറ്റം പ്രസന്റ് ചെയ്യുന്നത് ഈ നന്ദനക്കുട്ടിയാ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛനെ ഇതൊന്നും ഇഷ്ടമില്ലാന്ന്? ഓ, അപ്പൊ തനിക്കിഷ്ടാണ്? മതി, എനിക്കത് മതി. സൂസമ്മോ, ഓ ഈ ഭൂമി മലയാളത്തില് മോഡൽ അവൻ മൊഞ്ചുള്ള പെണ്ണൊരുത്തി ഇവള് മാത്രല്ലയോ? ആന്നേ. ശ്യാമേ, ഈ പെങ്കൊച്ചിനെ സൂക്ഷിച്ചോ. സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച പോലത്തെ മോതലാ. മോനെ ഡിസൈനറേ. പപ്പയാ? ആ പപ്പാ. ഓ അത് ശരി. എനിക്ക് കെട്ടുപ്രായമായി നവത്താഴ്ച പറയുന്നേ. ആ, കാണുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വല്ല ചോക്ലേറ്റ് പയ്യനും ആണെങ്കിൽ ഞാൻ വരട്ടിയോടും. എന്റെ കോൺസെപ്റ്റ് മത്തയച്ചൻ അറിഞ്ഞൂടാ. എന്നാ കേട്ടോ, മമ്മൂട്ടി മോഹൻലാലിനെയും പോലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം 2 പേര് വന്നാ ഇടിച്ചിടാൻ പറ്റണം. 4 എണ്ണ അടിച്ചാലും നാക്കു കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന പാട്ട് പാടാൻ പറ്റണം. പിന്നെ ഓ മതിയോ? അപ്പൊ ശരി, ആള് വിട്. ഒന്ന് മാറിയ ചേട്ടാ, വരുന്നു. പ്ലീസ് വെയിറ്റ് മിസ്റ്റർ ചന്ദ്രിക. എത്തിപ്പോയി, രമണൻ എത്തിപ്പോയി. തന്റെ പ്രാണപ്രിയെ നഷ്ടപ്പെടുമെന്ന് ഏതോ 6th സെൻസ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. ആ ഹൃദയവേദന കൊണ്ടാവും ആ കാലുകൾ ഇടറുന്നത്. തകർന്ന മുരളിക്ക് തരൂ. ആ തകർന്ന മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. അയ്യോ, എല്ലാം കൊളായി. കണ്ടിന്യൂ. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൊങ്ങി കിടന്ന് ആടുവന്നോ? അത് പണ്ട്. സൈലന്റ് ആയിട്ട് കൈയടിക്കൂ പ്ലീസ്. കൈയടിക്കുന്നു. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ
അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ചാവാനാണെങ്കി ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും ആ പറയടി ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? പറയാൻ. അയ്യോ രംഗം വഷളായി. കർട്ടനിടറോ. കർട്ടനിട്ട ചവിട്ടും ഞാൻ. നീങ്ങ വന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. വിട്രാ. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടീ, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്.